ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി GSTയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്നും പറഞ്ഞു. പക്ഷേ GST ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വിവരം കിട്ടിയതിന് ശേഷം 28-ാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ്റെ ജനറൽ ബോഡി കൊണ്ട് ആ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും. യൂണിവേഴ്സിറ്റി 200 രൂപ എഗ്രിമെൻ്റ് വയ്ക്കണമെന്ന് പറഞ്ഞു GST, അത് വേണ്ട എന്ന് തീരുമാനിച്ചു. KNCയുടെ അഫിലിയേഷൻ നടത്താത്തത് കൊണ്ട് 24-ാം തീയതി ഇൻസ്പെക്ഷൻ നടത്താത്തത് കൊണ്ട് 24-ാം തീയതി കൂടുന്ന ജനറൽ കൗൺസിലിൽ വെച്ച് കഴിഞ്ഞ വർഷം കൊടുത്ത അത്രയും സീറ്റുകൾ കൊടുക്കുവാനുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിൽ നിന്ന് പോവുകയും കൗൺസിൽ അത് തീരുമാനമെടുക്കുകയും ചെയ്യും. അതാണുള്ളത്. അതെ, GST 25-ാമത് കൗൺസിലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ LBSകാർക്കില്ല, GST ഇല്ല, എൻട്രൻസ് കമ്മീഷണർക്കില്ല. അത് നമുക്കും ബാധകമാക്കാമെന്നാണ് പറയുന്നത്. അഭിലേഷം പരിശോധിച്ചിട്ട് ഇനി പരിശോധന നടത്തി അഭിലേഷം കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് കൗൺസിൽ 24-ാം തീയതി കൂടി എല്ലാ കോളേജുക്കും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സീറ്റുകൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളുടെ ഗ്രീവൻസ് എല്ലാം അവതരിപ്പിച്ചു. മന്ത്രി വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അവിടെ അനുഭാവപൂർവ്വമാണ് മറുപടി കിട്ടിയത്. അത് പിന്നെ പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. സാധാരണഗതിയിൽ 50% സീറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുകയും 50% മാനേജ്മെൻറ്റ് എടുക്കും. അത് ഈ രീതിയിൽ തുടരാനാണ് സാധ്യത. അത് ഈ അസോസിയേഷൻസ് എല്ലാം ഏകജാലകം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ. 28-ാം തീയതിയുള്ള നമ്മുടെ കൗൺസിൽ തീരുമാനമനുസരിച്ച് അതെ അഫിലിയേഷൻ പിന്നെ നഴ്സിംഗ് കൗൺസിലാണ് തരേണ്ടത്. അത് 24-ാം തീയതി തീരുമാനം എടുക്കും. പിന്നെ യൂണിവേഴ്സിറ്റി ഈ ബോണ്ട് കൊടുത്താലേ തരുള്ളൂ എന്നുള്ളത് അത് മാറ്റി. അല്ല, അങ്ങനെയായിരുന്നു നമ്മളെ എടുത്ത തീരുമാനം. അത് 28-ാം തീയതി ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്യും. ഇല്ല, അതെ, ഒരു ജനറൽ ബോഡി എടുത്ത തീരുമാനം ജനറൽ ബോഡിയല്ലേ റെക്യൂ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും ചർച്ച നടത്തി അതിൽ നിന്ന് കിട്ടുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും ഈ കാര്യങ്ങളിലൊക്കെ തുടർ തീരുമാനം ഉണ്ടാകുക ഉണ്ടാകാമെന്നാണ് ധാരണ.